ക്ലബ് FM 94.3 വൈശാഖാണ് കൂടെയുള്ളത് ഗുൽഫാൻസ്. അപ്പോൾ നമ്മൾ മാനവീയത്തെ പറ്റിയിട്ട് ഇന്ന് കൂടുതൽ അറിയാൻ പോകുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്താണ്, ആൻഡ് ഇനി എന്തൊക്കെയാണ് മാനവീയത്തിൻ്റെ പ്രതീക്ഷകൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളിന്ന് അറിയാൻ പോവുകയാണ്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് KG സൂരജ്. മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ് മാനവീയം സ്ട്രീറ്റ് ലൈബ്രറിയുടെ സെക്രട്ടറിയാണ്. Welcome to Club FM. Nice to meet you. Nice to meet you. യെസ്, അപ്പോൾ നമ്മൾ മാനവീയം അത് ഇത്രയും വലിയൊരു കൾച്ചറലി ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു. എല്ലാ ജനറേഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ ഒരു സോൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് സ്റ്റുഡിയോയിലേക്ക്. ആദ്യം തന്നെ പറയട്ടെ സാർ, എന്താണ് മാനവീയത്തിനെ സ്പെഷ്യൽ ആക്കുന്നത് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? മാനവീയം ഒരു പൊതു ഇടമാണ്. സൗഹൃദം, സംഗീതം, സ്നേഹം, പാരസ്പരികത ഇവയെല്ലാം തന്നെ അനുദിനം കുറഞ്ഞു വരുന്നൊരു ഘട്ടത്തിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും നിർഭയമായും സ്വതന്ത്രമായും ആത്മാവിഷ്കാരത്തിനും ആത്മപ്രകാശനത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന, മീഡിയമാക്കാൻ കഴിയുന്ന തലസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ഇടനാഴിയാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമാണ്. ആ നിലയിൽ അഭിമാനപൂർവ്വമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. യെസ്, ആൻഡ് ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ് മാനവീയത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മേജറായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ ഒന്ന് ഇന്നത് എന്നില്ല. ഇപ്പോൾ 180 മീറ്ററാണ് നമുക്കറിയാവുന്നതുപോലെ ആ ഒരു വീതിയുടെ ആകെ നീളം. അങ്ങനൊരു ഒരു സ്ട്രീറ്റ്, ഒരു കൾച്ചർ കോറിഡോർ കേരളത്തിൽ എവിടെയും ഉണ്ടാകാൻ ഇടയില്ല. അപ്പോൾ നമ്മളെ ചായക്കട പോലും അല്ലേ, ഇത്രയും കാലമായിട്ടും ഓരോ ജനറേഷനും അവിടെ നിന്നാണ് ചർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു. ഇപ്പോൾ മലയാളിയുടെ ഒരു ആശയവിനിമയങ്ങളുടെ, അതല്ലെങ്കിൽ മലയാളി തങ്ങളുടെ പൊതുബോധം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒന്ന് കേരളത്തിലെ ചായക്കടകളാണ്. അപ്പോൾ മാനവീയത്തിൽ വിജയണ്ണന്റെ ചായക്കടയുണ്ട്. ഇപ്പോൾ കുടുംബശ്രീയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മറ്റൊരു ചായക്കട കൂടി വന്നിട്ടുണ്ട്. വിജയണ്ണന്റെ ചായക്കട കഴിഞ്ഞ 35 വർഷക്കാലമായി ഈ റെനോവേഷനും അല്ലെങ്കിൽ റീഡെവലപ്മെന്റ് എല്ലാം മുൻപ് തന്നെ അവിടെ പ്രവർത്തനം ആരംഭിച്ച ചായക്കടയാണ്. ആ വിജയണ്ണന്റെ ചായക്കടയിൽ നിന്നും കടുപ്പമില്ലാതെയോ തരത്തിലുള്ള കട്ടൻ ചായയോ വാങ്ങി, ചെറുകടുകുകൾ വാങ്ങി, അവിടെ ആ ചായക്കടയുടെ മുറ്റത്ത് പലപ്പോഴും വിജയണ്ണും അതിൽ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന സാംസ്കാരിക സംവാദങ്ങൾ യഥാർത്ഥത്തിൽ അത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക മേൽവിലാസമാണ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അത് എക്സാജറേഷൻ ആകുന്നതേ ഇല്ല. ആശയവിനിമയത്തിന് വേണ്ടി ആ വീഥിയെ ഒരു മീഡിയമാക്കി മാറ്റി. മറ്റൊന്ന് നീർമാതളമാണ്. കണ്ടിട്ടുണ്ടോ? മനോഹരമായിട്ടൊരു നീർമാതളം. ഇപ്പോൾ മാധവിക്കുട്ടി യുടെ ഉള്ളടക്കങ്ങളിലാണ്, കഥകളിൽ, നോവലുകളിലെല്ലാമാണ് നമ്മൾ സാധാരണ നീർമാതളത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. സ്ട്രീറ്റ് ലൈബ്രറി. ആ സ്ട്രീറ്റ് ലൈബ്രറിയിൽ ഏകദേശം 1000-ഓളം പുസ്തകങ്ങളാണുള്ളത്. പക്ഷേ മാനവീയത്തിൻ്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് അവിടെ ആവശ്യമായിട്ടുള്ളൊരു ക്രമീകരണം എന്ന നിലയ്ക്ക് 100 പുസ്തകങ്ങൾ എല്ലാ ആഴ്ചയും അത് മാറിക്കൊണ്ടിരിക്കും. സൗജന്യമാണ്, പരിപൂർണമായും സൗജന്യമാണ്. മറ്റൊന്ന് ആനുകാലികങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ഇതെല്ലാം തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വിൻറ്റേജ് സ്ട്രീറ്റ് ലൈറ്റുകൾ. നല്ല എന്താണ്, ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഫ്രെയിമുകൾ മാറി വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫോട്ടോസൊക്കെ, നല്ല ചെറിയ മഞ്ഞ നിറത്തിലുള്ള രസകരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ധാരാളം ചിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം. മറ്റൊന്ന് ആർട്ട് വാളാണ്. വാൾ നമുക്ക് ചിത്രകാരർക്ക് വന്ന് മുൻകൂട്ടി അനുവാദമെല്ലാം വാങ്ങിക്കൊണ്ട് ചിത്രകാരർക്ക് വന്ന് ബോസ് കൃഷ്ണമാചാര്യയുടെ നേതൃത്വത്തിലെല്ലാം തന്നെ കേരളീയവുമായി ബന്ധപ്പെട്ട് ചിത്രകാരികൾ നിരവധിയായിട്ട് ഓർമ്മയുണ്ടല്ലോ ആ ചിത്രങ്ങൾ. അപ്പോൾ അത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഈ എന്താണ് നമ്മുടെ വീഥിയെ മാറുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. മറ്റൊന്ന് സ്മാർട്ട് പോളുകൾ, ഓപ്പൺ എയർ സ്റ്റേജ്, ഇരിപ്പിടങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷ്യ കുടിവെള്ള കിയോസ്കുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 24/7 പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റാണ്. മറ്റൊന്ന് ധാരാളം വർണ്ണാഭമായിട്ടുള്ള ചെടികൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഹൈജീനിക്കാണ് എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രത്യേകമായിട്ടുള്ള താല്പര്യം തന്നെ എടുക്കുന്നുണ്ട്. മാനവീയത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിലൊന്ന് കേരളീയ നവോത്ഥാനത്തിന് സംസ്കാരത്തിലെ ഇടപെടലുകളിലൂടെ സവിശേഷമായ സംഭാവനകൾ നൽകിയ വയലാർ, ദേവരാജൻ, P. ഭാസ്കരൻ മാസ്റ്റർ എന്നിവരുടെ പ്രതിമകൾ, നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിമകൾ അവിടെയുണ്ട് എന്നുള്ളതാണ്. യെസ്, വെറും 150 മീറ്ററിലാണ് ഇത്രയും കാര്യങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാനവീയം വളരെ വെറും 150 മീറ്ററിലാണ് ഇത്രയും കാര്യങ്ങളുള്ളത്. മാത്രമല്ല ഇനിയും കാര്യങ്ങൾ വരാനിരിക്കുന്നു
ഏറെ പ്രതീക്ഷയുണ്ട് മാനവീയത്തിൽ. അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും നമുക്ക് ചോദിച്ചറിയാം. കീപ് ലിസ്ണിംഗ് ടു ക്ലബ് FM. വെൽക്കം ടു ക്ലബ് FM. നൈസ് ടു മീറ്റ് യു ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ടൺ കണക്കിന് ഫൺ. നമ്മൾ മാനവീയം വീഥി എന്നുള്ള ആ ഒരു ചെറിയ റോഡ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു കൾച്ചറൽ സ്പേസ് എന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ ഇനി വരാൻ ഇരിക്കുന്ന കാര്യങ്ങൾ, വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Welcome to Club FM. Nice to meet you. Nice to meet you. സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള വികസനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇനിയും നമുക്ക് ദർ ഇസ് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇനിയും നമുക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ? കേരളത്തിലെ LDF ഗവൺമെൻറ് അതിൻ്റെ സാംസ്കാരിക നയത്തിൻ്റെ എല്ലാം തന്നെ ഭാഗമായി 3.4 കോടി രൂപയാണ് മാനവീയം വീഥി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. 3.4 കോടി രൂപ. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നെ DPRൻ്റെ ഭാഗമായി നടപ്പിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് വരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ നടപ്പിലാക്കപ്പെടുമെന്നാണ് അവിടുത്തെ കലാകാര ആസ്വാദക സമൂഹം കരുതുന്നത്. അതിലൊന്ന് ഈ എക്സസൈസ് പാർക്ക് സ്മാർട്ട് സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെ സംബന്ധിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. മറ്റൊന്ന് ഗ്രീൻ റൂമാണ്. ഗ്രീൻ റൂം എന്ന് പറയുമ്പോൾ മാനവീയം വീഥിയിൽ ദൈനംദിനമെന്നോണം വ്യക്തികളും കൂട്ടായ്മകളും പരിപാടികൾ നടത്തുന്നുണ്ട്, കലാ സാംസ്കാരിക പരിപാടികൾ. അത്തരം പരിപാടികൾ നടക്കുമ്പോൾ അവിടെ എത്തുന്ന പെർഫോമേഴ്സിന് അവർക്ക് അവരുടെ ആ സെറ്റിങ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രീൻ റൂം, അവർക്ക് ഒരുക്കങ്ങൾക്ക് അത്തരം ഒരു ഗ്രീൻ റൂം അവിടെ ഇല്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പരിമിതിയായി തോന്നിയിട്ടുണ്ട്. മറ്റൊന്ന് സൈക്കിൾ പാർക്കിംഗ് ഏരിയ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൊജക്ടർ ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു അസൗകര്യമായി തോന്നി. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമ വളരെ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ചാലകശക്തികളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ സിനിമ പ്രദർശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം. മറ്റൊന്ന് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ വരുമ്പോൾ അറിയാലോ, അടക്കമുള്ള നടക്കുമ്പോൾ തലസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ പൊതു സ്വഭാവമാണ് നൂറുകണക്കിന് പേർ ഒരുമിച്ച് കാണുന്ന ഒരു സന്തോഷം. കളിയാണ് ലഹരി എന്ന ഒരു കൺസെപ്റ്റ്, കലയുമാണ് കളിയുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നവയാണ്. അപ്പോൾ ഒരു പ്രൊജക്ടർ അവിടെ നിർബന്ധമായും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി അവൈലബിൾ ആക്കണം എന്നൊരു നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കാൻ ഉണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഒന്ന് ഉച്ചഭാഷയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ്. കോടതികൾ വിവിധങ്ങളായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് രാത്രി 10 മണി വരെ, വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി 10 മണി വരെ അവിടെ ഈ ബാൻഡുകളാകെ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉപയോഗിക്കാൻ ആവശ്യമായൊരു സംവിധാനം അനുവദിക്കാത്ത സ്ഥിതിയുണ്ട്. അത് മാനവീയം വീഥിയെ, നൈറ്റ് ലൈഫ് കേന്ദ്രം എന്ന നിലയിൽ തന്നെ മാനവീയം വീഥിയെ ഉറക്കത്തിലേക്ക്, മാനവീയം വീഥി ആക്ടിവിറ്റീസ് അത് 48 ഡെസിബലാണ് അതിനുള്ളത്. അപ്പോൾ 10 മണി വരെ അത് ഉപയോഗിക്കാൻ അനുവദിക്കണം. 10 മണിക്ക് ശേഷം ഗിറ്റാർ അടക്കമുള്ള പെർക്യൂഷൻ അത് ഉപയോഗിക്കാൻ അനുവദിക്കണം, വിത്തൗട്ട് ഇല്ലാതെ. പക്ഷെ അതിനുള്ളൊരു അനുവാദം നിലവിൽ ഇല്ലാത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളുമായി അവിടുത്തെ കലാകാരർ അത് സംബന്ധിച്ചുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട്. അത് അടിയന്തര പ്രാധാന്യത്തോടെ അത് പരിഹരിക്കപ്പെടും എന്നാണ് മാനവീയം വീഥി കരുതുന്നത്. നിയമപരമായിട്ട് അനുവദനീയമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സ്പീക്കേഴ്സ് ആണെങ്കിലും ഒക്കെ അവൈലബിൾ ആവണം എന്നുള്ളത് തന്നെയാണ് ഇതുപോലെ ഒരു സ്പേസിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു ക്ലബ് FM. ഇനി വിശേഷങ്ങൾ ചോദിച്ചറിയാം. ദിസ് ഇസ് വെൽക്കം ടു ക്ലബ് FM. നൈസ് ടു മീറ്റ് യു. ടൺ കണക്കിന് ഫൺ. അവസാനം ചോദിക്കുകയാണ് സാർ, എന്താണ് മാനവീയത്തെക്കുറിച്ച് സാറിൻ്റെ ഒരു ഡ്രീം? കേരളമാകെ ധാരാളം മാനവീയങ്ങൾ ഉണ്ടാകണം എന്നതാണ് പ്രധാനമായും മാനവീയ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്. നിരവധിയായിട്ടുള്ള ബാൻഡ് ഗ്രൂപ്പുകൾ മാനവീയത്തിലുണ്ട്, അതുകൂടി ഒന്ന് പറഞ്ഞു പോകാമല്ലോ. ഒന്ന് മാനവീയം മ്യൂസിക് ക്ലബ്ബ്, മറ്റൊന്ന് ഓളം ബാൻഡ്. അതിൻ്റെ പ്രത്യേകത തൊഴിലാളികൾ നേതൃത്വം നൽകുന്ന, രാപ്പകൽ ജോലി ചെയ്ത് വൈകുന്നേരം, അപ്പോൾ അതിൽ സ്ത്രീകളും കുട്ടികളും എല്ലാ തരത്തിലുമുള്ളവരുമുണ്ട്. അവർ വന്ന് പെർഫോം ചെയ്ത് ഈറ്റില്ലം പല കാലഘട്ടങ്ങളിലായി മാനവീയം വീഥിയിൽ ഉരുത്തിരിയുകയും അവിടെ വ്യത്യസ്തമായ സമയക്രമങ്ങളിൽ പെർഫോം ചെയ്യുകയും ചെയ്തു. ബിഫോർ ആക്ഷൻ കളക്റ്റീവ്, ദ ചാർക്കോൾ, അത് 4 പെൺകുട്ടികൾ മാത്രമുള്ളൊരു ബാൻഡ്. അവരുടെ ആദ്യ പെർഫോമൻസ് തന്നെ മാനവീയത്തിലായിരുന്നു. വോയിസ് ഓഫ് മാനവീയം,
എഗെയിൻ ബാൻഡ്, തേടുന്നു, കടൽ, അങ്ങനെ നിരവധിയായിട്ടുള്ള ബാൻഡുകളാണ്. ഓക്കെ സാർ, പിന്നെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് തെരുവിടത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്? തെരുവിടം ഏകദേശം കഴിഞ്ഞ 15 വർഷക്കാലമായിട്ടാണ് മാനവീയം തെരുവിടം ഓർഗനൈസേഷൻ എന്ന രൂപത്തിൽ മാനവീയം വീഥിയിൽ പ്രവർത്തിക്കുന്നത്. സ്ട്രീറ്റ് ലൈബ്രറി അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ട്രീറ്റ് ലൈബ്രറി ഉള്ളത്. സ്ത്രീകളും കുട്ടികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളും വയോജനങ്ങളും അടക്കം ഭിന്നശേഷിതർ എല്ലാവരും മാനവീയം വീഥിയിൽ കക്ഷിരാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരും മാനവീയം തെരുവിടത്തിൻ്റെ ഭാഗമായി ആണ്. ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന രൂപത്തിലാണ് മാനവീയം തെരുവിടം കൾച്ചർ കളക്റ്റീവ്, മാനവീയം സ്ട്രീറ്റ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. കലയും സാഹിത്യവും സിനിമയും എല്ലാം ഒരു മീഡിയം ഓഫ് ചേഞ്ച്, സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും മാനവീയം തെരുവിടം ലക്ഷ്യം വെക്കുന്നത്. തെരുവ് പാഠശാല മാനവീയം തെരുവിടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന പദ്ധതികളിൽ ഒന്നാണ്. ഒരു ബദൽ യൂണിവേഴ്സിറ്റി, ഉദാഹരണത്തിന് 10 പേരായിരിക്കാം, 15 പേരായിരിക്കാം, തെരുവിൽ ഓരോരത്ത് ഒത്തുചേർന്നിരുന്നു കൊണ്ട് അവർ ഒന്നുകിൽ ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കും, കറണ്ടായിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് കലയും സാഹിത്യവും സിനിമയും മാത്രമല്ല, സന്നദ്ധ പ്രവർത്തനങ്ങൾ, വിശേഷിച്ച് കോവിഡും അതുപോലെ തന്നെ വിവിധ തരംഗങ്ങൾ, പ്രളയം, ഇതെല്ലാം ഉണ്ടായപ്പോൾ മാനവീയം വീഥിയിൽ നിന്നാണ് ആദ്യമായി വിവിധ പ്രളയത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. ആദ്യമായി മാനവീയം വീഥിയിൽ നിന്നാണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലേക്ക്, പ്രളയബാധിത ദുരന്തബാധിത ജില്ലകളിലേക്ക് വാഹനങ്ങളിൽ, ലോറികളിലെല്ലാം തന്നെ അവശ്യ സാധനങ്ങൾ, അപ്പോൾ കലാകാരരും ബഹുജനങ്ങളും എല്ലാം തന്നെ മാനവീയം വീഥിയിൽ ആരംഭിച്ച ഒപ്പം കളക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുകയായിരുന്നു അവശ്യ സാധനങ്ങൾ. അവിടെ നിന്നാണത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ 14 ലോറികളിലാണ് കയറിപ്പോയത്. രണ്ടാം ഘട്ടത്തിൽ 10 ലോറികളും. വിവിധ പദ്ധതികൾ മാനവീയം ആവിഷ്കരിക്കുന്ന പദ്ധതികൾ. അതൊന്നൊന്ന് മാനവീയം ജനകീയ ഭക്ഷണ പദ്ധതിയാണ്. ഭക്ഷണം വാങ്ങാൻ കഴിയാത്തവർക്ക് മാനവീയം വീതിയിൽ തന്നെ ക്രമീകരിക്കുന്ന ഒരു കൗണ്ടറിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കാനാകുന്ന തരത്തിൽ ഉള്ളൊരു സംവിധാനമാണ്. പ്ലാസ്റ്റിക് രഹിത നവകേരളം, ആരോഗ്യദായകം പുതുജീവിതം മാനവീയം വീഥിയുടെ പ്ലാസ്റ്റിക് രഹിത നവകേരളം പ്രവർത്തന പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട വിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അഭിമന്യു മാനവീയം എഡ്യൂക്കേഷണൽ എൻഡോൺമെൻറ്റ് പ്രതിവർഷം സയൻസിൽ ഉയർന്ന മാർക്ക് നേടിയ +2 വിദ്യാർത്ഥികൾക്കാണ് ആ എൻഡോൺമെൻറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2025 മുതൽ എൻഡോൺമെൻറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന എൻഡോൺമെൻറ്റ് തുക കൈമാറുന്നതിനാവശ്യമായൊരു പ്രവർത്തനങ്ങളും വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഇനിയും വളരട്ടെ മാനവീയം. സാർ പറഞ്ഞ പോലെ കേരളത്തിലുടനീളം മാനവീയങ്ങൾ ഉണ്ടാവട്ടെ, മാനവീയ വീഥികൾ ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. താങ്ക് യു വെരി മച്ച് സാറിനോട് സംസാരിച്ചത്. താങ്ക്സ് എ ലോട്ട്. യെസ്, എന്നെ സംബന്ധിച്ചും ക്ലബ് എഫ് എമ്മിനെ സംബന്ധിച്ചും മാനവീയം വളരെ സ്പെഷ്യലാണ്. കാരണം ക്ലബ് എഫ് എം റേഡിയോ പാർട്ണേഴ്സ് ആയിട്ടുള്ള ഹാപ്പി ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും അതോടൊപ്പം തന്നെ യങ് ഇന്ത്യൻസും ചേർന്ന് അവതരിപ്പിക്കുന്ന ഹാപ്പി ട്രിവാൻഡ്രത്തിൻ്റെ മെയിൻ വെന്യൂ മാനവീയം വീഥിയാണ്. ആൻഡ് ഈ കഴിഞ്ഞ ഹാപ്പി ട്രിവാൻഡ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മോർണിംഗ് ഷോയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡാൻസസ് ഒക്കെ ചേർത്ത് പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ സ്പെഷ്യലാണ് മാനവീയം. അപ്പോൾ ഇനിയും അടുത്ത പരിപാടിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യണം ഗുൽഫാൻസ്. ഓക്കെ, നമുക്ക് ജോറാക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദിസ് ഇസ് മീ വൈശാഖ് സൈനിങ് ഓഫ്. കീപ് ലിസ്ണിംഗ് ടു കേരളാസ് നമ്പർ 1 FM, Club FM. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.